പോസിറ്റീവായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള BJP-യുടെ മന്ത്രിമാർ പറഞ്ഞതും അല്ലെങ്കിൽ BJP-യുടെ മറ്റ് ഈ പറയുന്ന ഛത്തീസ്ഗഡിലെ ബന്ധപ്പെട്ടവരൊക്കെ കാണിച്ചതും അല്ലെങ്കിൽ പ്രതിഷേധിച്ചതും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് ഞങ്ങൾ ഈ കാര്യം ചർച്ച ചെയ്തപ്പോൾ ഞാൻ വളരെ സത്യസന്ധമായി പറയുന്നു, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി, ഞാൻ അദ്ദേഹത്തോട് നന്ദി കൂടി പറയാൻ ആഗ്രഹിച്ചു. വളരെ പോസിറ്റീവായി ഈ കാര്യത്തിൽ അദ്ദേഹം ആ ഒരു നടപടിക്രമത്തിലുണ്ടായ പെശകിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല ബോധവാനാണ്. അതുകൊണ്ട് അത് തിരുത്തണം, ഇവർ ഇന്നസെൻ്റ് ആണ്, ഇവർ നിരപരാധികളാണ് എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ട ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പ് അദ്ദേഹം നൽകിയിരുന്നു. അതൊരു നല്ല ലക്ഷണമാണ്, അത് നല്ല കാര്യമാണ്, അത് പോസിറ്റീവാണ്. അതിനെ ഞങ്ങൾ അംഗീകരിച്ചു, അതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഈ രാജ്യത്തുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കാര്യത്തിൽ എന്താണെങ്കിലും ഇനി ഇങ്ങനെയുള്ള നിരപരാധികൾ ക്രൂശിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഈ ഒരു കേസിന്റെ പശ്ചാത്തലത്തിൽ മെയിനിൽ ഉണ്ടാകില്ല എന്നുള്ള വലിയ ശുഭപ്രതീക്ഷയാണ് നമുക്കുള്ളത്. നമ്മുടെ ഒരു ജനാധിപത്യ മതേതര പാരമ്പര്യത്തിന് ഉതകുന്ന വിധത്തിൽ ഭരണഘടനാ മൂല്യങ്ങൾ, അവകാശങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഈ കേസ് വഴി തെളിക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഞാൻ ഒറ്റ മിനിറ്റ്